1987 ജൂലൈ 31 അന്നുവരെ മലയാളിക്ക് കണ്ടുപരിചയമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വേറിട്ട തലം പ്രമേയമാക്കിയ തൂവാനത്തുമ്പികൾ റിലീസായത് അന്നാണ്. കഴിഞ്ഞ 39 വർഷമായി മലയാളത്തിലെ ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ ഈ ചിത്രം തിളങ്ങി നിൽക്കുകയാണ്. മഴയ്ക്ക് ക്ലാരയുടെ മുഖം നൽകാൻ പത്മരാജനെ പോലെ വേറെ ആർക്കാണ് കഴിയുക? പ്രണയം, മഴ, രതി, സംഗീതമെല്ലാം കൃത്യമായി ചേർന്നതാണ് തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തെ നിത്യഹരിതമാക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു തൂവാനത്തുമ്പികളിലെ ക്ലാര. ഇപ്പോഴും പ്രണയമെന്നും മഴയെന്നും പറയുമ്പോൾ ക്ലാരയെ അല്ലാതെ മറ്റാരെ മലയാളികൾക്ക് ഓർക്കാൻ സാധിക്കില്ല. സുമലത എന്ന അഭിനേത്രിയുടെ കത്തുന്ന സൗന്ദര്യവും അഭിനയ മികവും ആ കഥാപാത്രത്തെ അമർത്യമാക്കി. മോഹൻലാൽ അവതരിപ്പിച്ച ജയകൃഷ്ണനേക്കാൾ സുമലതയുടെ ക്ലാരയുടെ ചിത്രമാണ് തൂവാനത്തുമ്പികളെന്ന് പിന്നീട് നിരൂപണങ്ങൾ വന്നു. സദാചാര മലയാളിയെ കുറച്ചൊന്നുമല്ല ആ ത്രികോണ പ്രണയം പ്രകോപിപ്പിച്ചത്. ഒരു കോൾഗേളായി വന്ന് പിന്നീട് ഇങ്ങോട്ട് നിത്യ പ്രണയിനിയാവുകയാണ് ക്ലാര. മനസ്സുറപ്പിന്റെ കാര്യത്തിൽ ജയകൃഷ്ണനെയും രാധയും കടത്തിവെട്ടും അവൾ. എടുത്ത പല തീരുമാനങ്ങളും സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റേണ്ടി വന്നവരാണ് ജയകൃഷ്ണനും രാധയും. എന്നാൽ ക്ലാര അങ്ങനെയല്ല. ഒരു തീരുമാനമെടുത്താൽ സ്നേഹത്തിനോ സഹതാപത്തിനോ ഒന്നിനും ക്ലാരയുടെ മനസ്സ് മാറ്റാനാവില്ലെന്ന് വ്യക്തം. നേരിട്ടറിഞ്ഞ ജയകൃഷ്ണനെയും കേട്ടറിഞ്ഞ രാധയും ഒരേപോലെ ആഴത്തിൽ മനസ്സിലാക്കി തീരുമാനിച്ചുറപ്പിച്ചാണ് ജയകൃഷ്ണനെ കാണാൻ അവസാനമായി ക്ലാര വരുന്നത്. ജയകൃഷ്ണനെ മനസ്സിലാക്കുന്നതിലും അയാളെ അടക്കി നിർത്തുന്നതിലും എപ്പോഴും ക്ലാരയ്ക്കാണ് മേൽക്കൈ. അവൾ പറയുന്നതെന്തും ക്ഷമയോടെ കേൾക്കുകയും അവളുടെ ഇഷ്ടങ്ങൾക്കും കുസൃതികൾക്കും കൂടെ കൂട്ടുകയാണ് ജയകൃഷ്ണൻ. രാത്രി കടൽക്കരയിൽ താനിനി എല്ലാവരെയും കണ്ടു തുടങ്ങുമോ എന്ന് അയാൾ ആശങ്കപ്പെടുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് ഉടൻ മറുപടി കൊടുത്ത ജയകൃഷ്ണനെ ആശ്വസിപ്പിക്കുന്ന ക്ലാരയിലെ പെണ്ണ്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര വേഗമാണ് ജയകൃഷ്ണനും അയാളിലെ പ്രണയത്തെയും പഠിച്ചെടുത്തതവൾ. മലയാളിയുടെ സദാചാരബോധത്തിന്റെ കപടഭാവത്തെ ക്ലാര പിച്ച് ചീന്തുകയാണ്. എന്തായാലും നശിക്കും, എന്നാ പിന്നെ അന്തസ്സായി നശിച്ചൂടെ? ആശ തീർന്നു മരിച്ചൂടെ? ഇങ്ങനെയൊരു ചോദ്യം പത്മരാജൻ സിനിമയിലെ ഉണ്ടാകൂ. അത് പറയാൻ ക്ലാരയ്ക്ക് മാത്രമേ കഴിയൂ. ക്ലാരയ്ക്ക് പിന്നാലെ ഒരു സ്വപ്നാടത്തിൽ എന്ന പോലെ മലയാളി യുവത്വം പോയെങ്കിൽ അതിന് പിന്നിൽ പി പത്മരാജൻ എന്ന പ്രതിഭയുടെ കയ്യൊപ്പ് കൂടിയുണ്ട്. അവസാന കൂടിക്കാഴ്ചയിൽ ക്ലാരയിലെ പ്രണയമാണോ മാതൃത്വമാണോ മുന്നിട്ട് നിൽക്കുന്നതെന്ന് വേർതിരിച്ചെടുക്കുക പ്രയാസം. ജയകൃഷ്ണനോടുള്ള പ്രണയവും കുഞ്ഞിനോടുള്ള വാത്സല്യവും ഒരേ ഫ്രെയിമിലാണ് പത്മരാജൻ പകർത്തിയിരിക്കുന്നത്. എന്തിലും ജയകൃഷ്ണനേക്കാൾ പക്വത കാണിക്കുന്ന ക്ലാര ആ ഷോട്ടിലും കൂടെ പറക്കുന്ന തുമ്പിക്ക് മുകളിലാണ്. ഒറ്റപ്പാലം സ്റ്റേഷനിൽ ജയകൃഷ്ണനോട് യാത്ര പറഞ്ഞ് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ക്ലാര മടങ്ങിയെങ്കിലും പ്രേക്ഷകർ ഇന്നും ക്ലാര നടന്നുപോയ ആ മഴ നനവിനുള്ള വഴികളിൽ അവൾക്കായി കാത്തിരിക്കുകയാണ്.